പിശാച് നമുക്കെതിരെ ചില പൂട്ടുകളിട്ട് നമ്മളെ കെട്ടിവെച്ചിട്ടുണ്ട്, സംശയമൊന്നുമില്ല. എല്ലാവരെയും ഓരോ തരത്തിൽ ഓരോ കുറ്റിയിൽ പശുവിനെ കെട്ടുന്ന പോലെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ കയറിന്റെ നീളത്തിനപ്പുറത്ത് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല. ഇതങ്ങ് തമ്പാനൂര് പോകേണ്ട പശുവാ. പക്ഷെ പശുവിന് തമ്പാനൂര് പോയിട്ട് തുമ്പെ പോലും പോകാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഈ കയറിന് നീളം 1 മീറ്ററേ ഉള്ളൂ. ആ 1 മീറ്റർ നീളത്തിൽ ഈ പശു കിടന്ന് കറങ്ങിക്കൊണ്ട്, ഇതാണ് പല കുടുംബത്തിന്റെയും പല ജീവിതത്തിന്റെയും അവസ്ഥ. ഇതങ്ങ് റോക്കറ്റ് പോലെ പൊങ്ങിപ്പോകേണ്ട പശുവായിരുന്നു. പക്ഷെ ഈ പശുവിനെ ഈ കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുറ്റി പൊട്ടിക്കണമെങ്കിൽ, ഈ കെട്ടഴിക്കണമെങ്കിൽ, ഈ അന്ധകാരം മാറണമെങ്കിൽ നമ്മൾ ആയുധം എടുത്ത് വെട്ടണം. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സാത്താൻ ഈ പറയുന്ന ആയുധങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്നത് യേശുവിന്റെ കുരിശിലെ ബലിയാണ്, പരിശുദ്ധ കുർബാനയാണ്. പള്ളി പോകുമ്പോൾ വിശുദ്ധ കുർബാനയിൽ എങ്ങനെ പങ്കെടുത്ത് നിങ്ങളുടെ കുടുംബത്തിന് കയറി വരാം. മനസ്സിലായോ? യാതൊരു സംശയമില്ല. ഞാനീ പറയുന്ന വിധത്തിൽ നിങ്ങൾ അനുദിനം ഒരു മിനിമം 33 ദിവസം, ഒരു മിനിമം വെറുതെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കിയോ, നിങ്ങളുടെ കുടുംബങ്ങൾ കയറുന്ന കാണാൻ പറ്റും. ഹല്ലേലൂയ. അത്രയും വലിയ ശക്തി, സ്ഫോടനാത്മകമായ ശക്തി ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. എന്നാൽ അതിന്റെ വില കാണാൻ പറ്റാതെ സാത്താൻ നമ്മുടെ കണ്ണിനെ അടച്ചു വെച്ചിരിക്കുകയാണ്.